കൊച്ചി നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ദ്വീപ് ഗ്രാമമാണ് കുമ്പളങ്ങി. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം ഗ്രാമമാണ്. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 12 കിലോമീറ്റർ അകലെ വേമ്പനാട് കായലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കുമ്പളങ്ങി ഒരു പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാണ്. കൂടാതെ ചൈനീസ് മത്സ്യബന്ധന വലകൾക്ക് പേരുകേട്ടതുമാണ്. കുമ്പളങ്ങി കൊച്ചിക്ക് കൂടുതൽ അടുത്താണെങ്കിലും തെക്ക് നിന്ന് വരുന്നവർക്ക് NH-ൽ തുറവൂരിൽ നിന്ന് തിരിഞ്ഞ് കോടന്തുരുത്ത് എഴുപുന്ന വഴി കുമ്പളങ്ങിയിലെത്താം. അല്ലെങ്കിൽ അരൂരിൽ നിന്ന് തിരിഞ്ഞ് പള്ളുരുത്തി വഴി കുമ്പളങ്ങിയിലേക്ക് പോകാം. അരൂരിന്റെ ഭാഗത്തെ കടവുകളിൽ നിന്ന് കുമ്പളങ്ങിയിലേക്ക് ബോട്ടും ലഭ്യമാണ്. കുമ്പളങ്ങിയിലെ കായലുകളിൽ കവർ എന്നറിയപ്പെടുന്ന ബയോലൂമിനസെൻസ് എന്ന പ്രകൃതി പ്രതിഭാസത്തിന്റെ കാഴ്ചകളും വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നുണ്ട്. അവിടെ പല വൻകിട റിസോർട്ടുകൾ ലഭ്യമാണ്. പക്ഷേ ഞാൻ ഇല്ലിക്കൽ ഭാഗത്തുള്ള ചെലവ് കുറഞ്ഞ ഹോം സ്റ്റേയിലാണ് തങ്ങിയത്. ഉച്ചയോടെ കുമ്പളങ്ങിയിലെത്തിയ ശേഷം കുമ്പളങ്ങിയുടെ ചുറ്റുമുള്ള കായലിന്റെ തീരപ്രദേശങ്ങൾ കാണാൻ പോയി. അവിടെ നിന്ന് ആഞ്ഞിലിത്തറയിലെ തടിപ്പാലം കടന്ന് കണ്ടക്കടവിലേക്കുള്ള കായലിന്റെ നടുവിലെ ബണ്ട് റോഡിലൂടെ നടക്കുന്നത് ഒരു പ്രത്യേക രസമേകുന്ന യാത്രയാണ്. ഈ ഭാഗത്തുകൂടെ നടക്കണമെന്ന് തീരുമാനിച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ കുമ്പളങ്ങി നൈറ്റ് സിനിമയിൽ പരാമർശിച്ചിട്ടുള്ള പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് എന്നതാണ് ആ കാരണം. ആഞ്ഞിലത്തറ ഭാഗത്താണ്. അവിടെ ഒരു തുരുത്തില്ലേ തെക്ക് മാറിയിട്ട്? എവിടെയാട്ടെ? തെക്ക് മുറിക്കാര് പട്ടിനും പൂച്ചനെ കൊണ്ടേ കളയാൻ ഒരു തുരുത്തില്ലേ? അതായി പറയണത്. അതന്നെ കറക്റ്റ്. പക്ഷെ ഇപ്പൊ അതിലെ അങ്ങോട്ട് വരാനായിട്ട് ബൈക്കിന് വരാനായിട്ട് പുറകെ കൂടി വഴിയുണ്ട്, കണ്ടക്കട വഴി. ആ സിനിമയിൽ കമിതാക്കൾ ഒത്തുകൂടുന്ന ഒരു ചെറിയ തുരുത്ത് കാണിക്കുന്നുണ്ട്. അത് പക്ഷെ കുമ്പളങ്ങിയിലല്ല, ചെല്ലാനത്തിനടുത്തുള്ള ഒരു തുരുത്താണത്. ആ സിനിമ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്ന എനിക്ക് കുമ്പളങ്ങി സന്ദർശിച്ചത് വളരെ ഹൃദ്യമായ അനുഭവമായി തോന്നി. ചീനവലകൾക്കിടയിൽ കായലിലെ അസ്തമയം കാണാൻ പോയ എനിക്ക് ആസാമിലെ ഏതോ ഒരു ഉൾനാടൻ തടാകക്കരയിലെത്തിയ അവസ്ഥയായിരുന്നു. അവിടെ സന്ധ്യയോടെ ചീനവല പ്രവർത്തിപ്പിക്കാനും മീൻ പിടിക്കാനും മറ്റുമായി എത്തിയ ആൾക്കാർ മുഴുവനും ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ളവരായിരുന്നു. ഒരു മലയാളിയെ പോലും അവിടെ കണ്ടില്ല. മലയാളികൾ മുഴുവനും കൂടുതൽ വരുമാനം ലഭിക്കുന്ന കയാക്കിംഗ്, കവര് ടൂറിസത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കയാക്കിങ്ങിന് ആളൊന്നിന് 800 രൂപ വെച്ച് വാങ്ങുന്നുണ്ട്. കുമ്പളങ്ങിയിലെ ഉപ്പുവെള്ള തടാകങ്ങളും കായലുകളും തിരുത അല്ലെങ്കിൽ കരിമീൻ എന്ന നമ്മുടെ സംസ്ഥാന മത്സ്യത്തിന് അനുയോജ്യമായ ആവാസ വ്യവസ്ഥയുള്ളതാണ്. ഈ മത്സ്യം കുമ്പളങ്ങിയിലെ മത്സ്യബന്ധന സംസ്കാരത്തിന്റെ പ്രധാന ഭാഗവുമാണ്. കുമ്പളങ്ങിയിലെ തിരുതക്കറി പ്രാദേശിക രുചിയും പാചകരീതിയും വെളിവാക്കുന്ന ജനപ്രിയ വിഭവമാണ്. മാർച്ച് മുതൽ മെയ് വരെയാണ് കുമ്പളങ്ങിയിലെ ബയോലൂമിനസെൻസ് സംഭവിക്കുന്നത്. അവിടെ ഉയർന്ന സാന്ദ്രതയിലുള്ള ഒരിനം മൈക്രോ പ്ലാങ്ക്ടൺ കായലുകളിൽ ഒരു നിയോൺ നീല തിളക്കം സൃഷ്ടിക്കുന്നു. വേനൽ ആരംഭിക്കുന്നതോടെ ഉയർന്ന ലവണാംശവും ചൂടുള്ളതും ശാന്തവുമാകുന്ന ഈ വെള്ളം ഈ സൂക്ഷ്മാണുക്കൾക്ക് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. രാത്രിയിൽ വെള്ളമിളകുമ്പോൾ ഈ തണുത്ത വെളിച്ചം ഏറ്റവും നന്നായി കാണാൻ കഴിയും. കറുത്ത വാവ് പോലെ ഇരുണ്ട പ്രകാശമില്ലാത്ത രാത്രികളാണ് കവര് കാണാൻ കൂടുതൽ മികച്ചത്. കല്ലാഞ്ചേരി, ആഞ്ഞിലിത്തറ, കണ്ടക്കടവ്, അട്ടത്തടം, കുളക്കടവ് തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗൈഡഡ് കയാക്കിംഗ് ടൂറുകളിലൂടെയാണ് ഇത് പലപ്പോഴും ആസ്വദിക്കാൻ കഴിയുന്നത്. വഞ്ചികളിലും ആളുകളെ കൊണ്ടുപോയി കാണിക്കാറുണ്ട്. കയാക്കിങ്ങിന് മുൻകൂർ ഓൺലൈൻ ബുക്ക് ചെയ്തു പോകുന്നതാണ് നല്ലത്. തുഴയുകയോ വെള്ളം ചലിപ്പിക്കുകയോ പോലുള്ള പ്രവൃത്തികളിലൂടെ അത് ദൃശ്യമാകും. വേനൽ മഴയുണ്ടെങ്കിൽ അതിന്റെ കാഴ്ചാനുഭവം കുറയും. ഏപ്രിൽ ആകുന്നതോടെ കണ്ടക്കടവ് ഭാഗത്ത് വഴിയരികിൽ തന്നെ ഇത് കാണാൻ കഴിയുന്ന സ്ഥിതിയിലെത്തും. അതിനു മുമ്പുള്ള മാസങ്ങളിൽ കായലിന്റെ ഉള്ളിലേക്ക് ബോട്ടിൽ പോകേണ്ടി വരും. ഇത് മുൻകൂർ തീരുമാനിച്ചിരുന്ന യാത്രയൊന്നുമല്ല. കറുത്തവാവ് ദിവസങ്ങളാണ് കവര് കാണാൻ കൂടുതൽ നല്ലതെന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ച് യാത്ര തിരിച്ചതാണ്. ധാരാളം മനോഹരമായ കണ്ടൽക്കാടുകളും ചീനവലകളും മത്സ്യബന്ധനവും കക്കയിറച്ചി വിൽപ്പനയും ഒക്കെയായി ജീവിക്കുന്ന പച്ചയായ മനുഷ്യരും ധാരാളം അമ്പലങ്ങളും പള്ളികളും ഒക്കെ നിറഞ്ഞ മനോഹരമായ ഇടമാണ് കുമ്പളങ്ങി. കുമ്പളങ്ങിയിലെ രാത്രി ആസ്വദിച്ച ശേഷം അടുത്ത ദിവസം രാവിലെ പെരുമ്പളം ദ്വീപിലേക്ക് പോയി. പള്ളുരുത്തി, അരൂർ, അരൂക്കുറ്റി വഴി വടുതല എത്തിയാൽ പെരുമ്പളത്തിലെ പുതിയ പാലം കാണാം. പെരുമ്പളം പനവള്ളി പാലം എന്നും അറിയപ്പെടുന്ന ഈ പെരുമ്പളം പാലം ഒരു ആർച്ച് പാലമാണ്. ഈ കഴിഞ്ഞ മാർച്ച് 7-ന് ഇത് തുറന്നു കൊടുത്തു. എങ്കിലും അവിടെ ടാറിംഗ് ജോലികൾ നടന്നു വരുന്നതേ ഉള്ളൂ. പെരുമ്പളം ദ്വീപിനെ അരൂക്കുറ്റിയുമായി ബന്ധിപ്പിക്കുന്നതിനായി വേമ്പനാട് തടാകത്തിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 1157 മീറ്റർ നീളമുള്ള പാലം കേരളത്തിലെ ഒരു തടാകത്തിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമേറിയ പാലമാണ്. ആലപ്പുഴ ജില്ലയിൽ വേമ്പനാട് തടാകത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ശാന്തവും ഗ്രാമീണവുമായ ഒരു മനോഹര ദ്വീപാണ് പെരുമ്പളം. ദ്വീപ് മൊത്തമായും ഒരു പഞ്ചായത്താണ്. 10,000-ലധികം ജനസംഖ്യയുള്ള ഇവിടെ ജനങ്ങൾ കൃഷി, കയർ നിർമ്മാണം, പായനെയ്ത്ത്, ഉൾനാടൻ മത്സ്യബന്ധനം തുടങ്ങിയ പരമ്പരാഗത ജോലികളിലൂടെയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. വടുതലയിലേക്കുള്ള ഈ മഴവില്ല് പാലം നിർമ്മിക്കുന്നത് വരെ ഗ്രാമത്തിന്റെ 3 വശങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നിന്ന് ബോട്ട് വഴി മാത്രമേ ഇവിടെ എത്തിച്ചേരാനാകുമായിരുന്നുള്ളൂ. പാലം പൂർണ്ണ സജ്ജമാകാത്തതിനാൽ ബോട്ട് സർവീസ് പതിവ് പോലെ നടക്കുന്നുണ്ടായിരുന്നു.
വലിയ ജങ്കാർ സർവീസുകളുമുണ്ട്. ഈ ദ്വീപിൽ പുരാതനമായ നിരവധി ക്ഷേത്രങ്ങളും പരമ്പരാഗത സർപ്പക്കാവുകളുമുണ്ട്. ജൈവ കൃഷി സന്ദർശനങ്ങൾ, കായൽ കാഴ്ചകൾ തുടങ്ങി വളരെ ആസ്വദിച്ചൊരു ദിവസം താമസിക്കാൻ പറ്റിയ ശാന്തവും ഗ്രാമീണവുമായ അന്തരീക്ഷത്തിന് പേര് കേട്ട ഒരു ദ്വീപാണ് പെരുമ്പളം. ബാല്യകാല സഖി ഉൾപ്പെടെ നിരവധി സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. നന്ദി.